അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറുത്തല്ലാ അമ്മാ ബഅദ്. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ഇന്ന് പരിശുദ്ധ റമളാനിലാണല്ലോ നിലകൊള്ളുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധ ഖുർആനിലെ ഒരു വലിയ മഹത്വമുള്ള ഒരു സൂറത്തിനെ കുറിച്ചാണ്. ഈ സൂറത്ത് ഒരു ഭാര്യ ഓതുകയാണെങ്കിൽ ആ ഭാര്യയുടെ ഭർത്താവിന് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും. ആ ഭർത്താവിൻ്റെ ജീവിതത്തിൽ പിന്നീട് ദാരിദ്ര്യമുണ്ടാകില്ല. ആ ഭർത്താവ് എന്തു തുടങ്ങിയാലും അതിൽ വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ആ ഭർത്താവിൻ്റെ ജോലിയിലും ബിസിനസ്സിലും ആ ഭർത്താവിൻ്റെ എല്ലാ കാര്യത്തിലും ബറക്കത്തും വലിയ സന്തോഷവും ഉണ്ടാകും. നമുക്കറിയാം, ഇന്ന് ധാരാളം ആളുകളും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ദാരിദ്ര്യം എന്നുള്ളത്. കയ്യിൽ പണമില്ല, ഭർത്താവിനാണെങ്കിൽ കടമാണ്, മക്കൾക്കാണെങ്കിൽ ജോലിയില്ല, മാത്രമല്ല വീട്ടിൽ ഒരു സമയത്തും സമാധാനമില്ല. എല്ലാ സമയത്തും വലിയ വിഷമത്തോടു കൂടിയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇനി എന്താണ് ഇതിനൊക്കെയും ഒരു പരിഹാരമാർഗം ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം എന്നൊക്കെ വളരെ വലിയ വിഷമത്തോടു കൂടി പറയുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അത് കയ്യിൽ പണമില്ലാത്ത പ്രശ്നം മാത്രമല്ല. ഒരുപാട് ആളുകളും മനസ്സിലാക്കിയത് കയ്യിൽ പണമില്ലെങ്കിൽ, സമ്പത്തില്ലെങ്കിൽ അത് ദാരിദ്ര്യമാണ് എന്നാണ്. അത് ദാരിദ്ര്യം തന്നെയാണ്. എന്നാലും അത് മാത്രമല്ല ദാരിദ്ര്യം. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടും നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകുന്നുണ്ട്. ചില ആളുകൾ ഉണ്ട്, വലിയ പണക്കാരായിരിക്കും അവർക്ക് ധാരാളം പണമുണ്ടാകും, സമ്പത്തുണ്ടാകും, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും, വലിയ വീടുകളുണ്ടാകും, നല്ല വിലപിടിപ്പുള്ള കാറുകളുണ്ടാകും, നല്ല വസ്ത്രങ്ങളുണ്ടാകും, ആളുകളുടെ ഇടയിൽ നല്ല വിലയുണ്ടാകും, എല്ലാ സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും അവർക്ക് മനസ്സമാധാനമുണ്ടാകില്ല. അവരുടെ വീട്ടിൽ വന്നാൽ അവർക്ക് മനസ്സമാധാനമുണ്ടാകില്ല. അവർക്ക് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല, ഉറക്കം വരുന്നില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയുള്ള ധാരാളം ആളുകളുണ്ട്. അതൊക്കെയും ദാരിദ്ര്യമാണ്. അല്ലാതെ കയ്യിൽ ധാരാളം പണം ഉള്ളവർക്കൊന്നും ദാരിദ്ര്യം ഇല്ല എന്ന് ആരും മനസ്സിലാക്കരുത്. ദാരിദ്ര്യം എന്നുള്ളത് എല്ലാ മേഖലകളിലുമുണ്ട്. ചില ആളുകൾക്ക് ദാരിദ്ര്യമുണ്ടാകുന്നത് അവർക്ക് വലിയ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടായിരിക്കാം. അല്ലെങ്കിൽ ചില ആളുകൾക്ക് സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാതെയായിരിക്കാം. ചില ആളുകൾക്ക് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടായിരിക്കാം. ചില ആളുകൾക്ക് അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ജോലിയിലോ അവരുടെ ബിസിനസ്സിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. ചില ആളുകൾക്ക് മാനസിക പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. അങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ കൊണ്ട് ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാകാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ആദ്യം വേണ്ടത് മനസ്സമാധാനമാണ്. മനസ്സമാധാനം ഉണ്ടാകണമെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകരുത്. നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവുകയുള്ളൂ. മനസ്സമാധാനമുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് ഒരു തെളിച്ചമുണ്ടാകും. അവർ എപ്പോഴും എല്ലാ സമയത്തും വളരെ സന്തോഷവാന്മാരായിരിക്കും. അവരെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരിക്കും. അവരുടെ എല്ലാ കാര്യത്തിലും നല്ല വിജയമുണ്ടാകും. എല്ലാ കാര്യവും അവർക്ക് ഉദ്ദേശിച്ചതുപോലെ അവർക്ക് വിജയിപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല, മനസ്സമാധാനമുള്ള ആളുകൾക്ക് ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും അതിനെ തളരാതെ, മനസ്സ് പതറാതെ അതിനെ നേരിടാൻ സാധിക്കും. മാത്രമല്ല, മനസ്സമാധാനമുള്ള ആളുകൾ ഇനി എത്ര വലിയ കറുത്ത ആളാണെങ്കിലും അവരുടെ മുഖത്ത് ഒരു തെളിച്ചവും ഒരു പ്രകാശവും ഒക്കെ ഉണ്ടാകും. ഒരു ഈമാനുള്ള മുഖമായിരിക്കും അവർക്ക് ഉണ്ടാകുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ, സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമില്ലാതെ, നല്ല ഐശ്വര്യവും നല്ല സന്തോഷവും സമാധാനവും നല്ല റഹ്മത്തും ബറക്കത്തും കളിയാടാൻ നമ്മൾ ഓതേണ്ട ഒരു സൂറത്ത്
നമ്മുടെ നബി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങളുടെ ഭാര്യമാർക്ക്, നിങ്ങളുടെ വീട്ടിലെ പെൺമക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക സൂറത്തുൽ വാഖിഅ സൂറത്ത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്ന്. കാരണം സൂറത്തുൽ വാഖിഅ അത് ഐശ്വര്യത്തിൻ്റെ സൂറത്താണ്. അതായത് സൂറത്തുൽ വാഖിഅ ഓതുന്ന വീടുകളിൽ നല്ല സന്തോഷമുണ്ടായിരിക്കും, നല്ല ഐശ്വര്യമുണ്ടായിരിക്കും, ദാരിദ്ര്യമുണ്ടാകില്ല, സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും. ആ വീട്ടിൽ ഭക്ഷണത്തിന് ഒരു കുറവുമുണ്ടാകില്ല, പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യമാർക്ക്, നിങ്ങളുടെ പെൺമക്കൾക്ക്, നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് നിങ്ങൾ സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല ഇനി രണ്ടാമത്തെ ഹദീസിൽ കാണുന്നത്, സൂറത്തുൽ വാഖിഅ നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, മാത്രമല്ല നിങ്ങളും സൂറത്തുൽ വാഖിഅ ഓതുക എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ മുടങ്ങാതെ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ നിങ്ങൾ സൂറത്തുൽ വാഖിഅ മുടങ്ങാതെ ഓതുക. റമളാൻ മാസം എന്നല്ല, എല്ലാ ദിവസവും നിങ്ങൾ സൂറത്തുൽ വാഖിഅ മുടങ്ങാതെ നിങ്ങൾ ഓതുക. ഈ സൂറത്ത് നിങ്ങൾ സുബ്ഹി നിസ്കാരത്തിന് ശേഷവും നിങ്ങൾക്ക് ഓതാൻ കഴിയുമെങ്കിൽ കഴിയുന്നതും നിങ്ങൾ ആ സമയത്തും നിങ്ങൾ സൂറത്തുൽ വാഖിഅ ഓതുക. എന്നാൽ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും എല്ലാ സമയത്തും നിങ്ങൾക്ക് നല്ല സന്തോഷമായിരിക്കും, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല, നല്ല ഐശ്വര്യവും ബറക്കത്തും റഹ്മത്തും ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിലും, നിങ്ങളുടെ സമ്പത്തിലും, നിങ്ങളുടെ എല്ലാ കാര്യത്തിലും. അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ വാഖിഅ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗിയായിരിക്കുന്ന സമയത്ത് സയ്യിദിന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ മഹാനവറുകളുടെ വീട്ടിലേക്ക് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോയി. അദ്ദേഹം രോഗിയായിരിക്കുന്ന സമയത്തായിരുന്നു പോയത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് കൂടുതലും പെൺമക്കളാണ്. അങ്ങനെ അവർ സംസാരിക്കുന്നതിനിടയിൽ ഇബ്നു മസ്ഊദ് തങ്ങളോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് കൂടുതലും പെൺമക്കളാണ്, മാത്രമല്ല നിങ്ങൾ രോഗിയുമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കാലശേഷം അവർക്ക് ജീവിക്കാൻ ആവശ്യമായ എന്തെങ്കിലും ഞാൻ അവർക്ക് നൽകട്ടെയോ എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചോദിച്ചു. അതേസമയം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഉസ്മാൻ തങ്ങളെ, ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല എന്ന്. കാരണം എൻ്റെ പെൺമക്കളെ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു തആല ദാരിദ്ര്യം കൊടുത്ത് പരീക്ഷിക്കുകയില്ല. നമുക്കറിയാം, ചില മാതാപിതാക്കളുടെയൊക്കെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, ചില മാതാപിതാക്കളുടെ, അവർക്ക് മുഴുവനും പെൺമക്കളാണെങ്കിൽ അവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന കാര്യമാണ്, അവർ ജീവിതത്തിൽ കുടുങ്ങിപ്പോയി എന്ന്, അവർക്ക് ഇനി വലിയ പ്രാരാബ്ധമാണ് എന്ന് ചില മാതാപിതാക്കൾ കരുതുന്ന കാര്യമാണ്. കാരണം അവരെ കെട്ടിച്ചയക്കണം, അവരെ കെട്ടിച്ചയക്കുമ്പോൾ ധാരാളം ചിലവുള്ള കാര്യമാണ്, അതിന് ധാരാളം പണമുണ്ടാക്കണം, എൻ്റെ അടുത്ത് പണമില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുന്ന ധാരാളം രക്ഷിതാക്കളുണ്ട്. മാത്രമല്ല അവരെ കെട്ടിച്ചയച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ വീട്ടിൽ ആരുമുണ്ടാകില്ല, നമ്മൾ ഒറ്റക്കാണ്, നമ്മെ നോക്കാൻ ആരുമുണ്ടാകില്ല എന്നൊക്കെ കരുതുന്ന മാതാപിതാക്കളുണ്ടാകും. എന്നാൽ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, വയസ്സാകുന്ന കാലത്ത് നിങ്ങളുടെ പെൺമക്കളായിരിക്കും നിങ്ങളെ നോക്കാനുണ്ടാകുക. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ധാരാളം കണ്ടുവരുന്നത്. ആൺമക്കൾ നിങ്ങളെ നോക്കിയാലും പെൺമക്കൾ നിങ്ങളെ നോക്കുന്നതിൻ്റെ ഒരു അടുത്ത് പോലും അത് എത്തില്ല. നിങ്ങൾക്ക് രോഗം വന്നാൽ, നിങ്ങൾ വയസ്സായി കിടപ്പിലായാൽ, നിങ്ങളുടെ മലമൂത്ര വിസർജനവും നിങ്ങൾക്ക് ഭക്ഷണം തരുന്നതും നിങ്ങളെ കുളിപ്പിക്കുന്നതും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ നിങ്ങൾക്ക് പെൺമക്കളെ ഉണ്ടാവുകയുള്ളൂ.
ആൺമക്കളെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ആൺമക്കൾക്ക് അതിന് സാധിക്കുകയില്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. മാത്രമല്ല പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, പെൺമക്കൾ വീടിൻ്റെ ഐശ്വര്യമാണ്, വീടിൻ്റെ ബറക്കത്താണ്. പെൺകുട്ടികളുള്ള വീട്ടിൽ നല്ല ഐശ്വര്യമുണ്ടാകും, നല്ല ബറക്കത്തുണ്ടാകും. അതുകൊണ്ട് പെൺകുട്ടികളുള്ള എല്ലാ രക്ഷിതാക്കളും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സന്തോഷിച്ചോളൂ. അതിന് നിങ്ങൾക്ക് നല്ല സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ മക്കൾക്ക്, എൻ്റെ പെൺമക്കൾക്ക് ദാരിദ്ര്യം വരുന്നതിൽ ഞാൻ ഭയക്കുന്നില്ല എന്ന്. കാരണം എൻ്റെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഓ ഇബ്നു മസ്ഊദേ, നീ നിൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും സൂറത്തുൽ വാഖിഅ ഓതിക്കോ എന്ന്. നീയും നിൻ്റെ ഭാര്യയും നിൻ്റെ മക്കളും നിൻ്റെ വീട്ടിൽ എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിഅ ഓതിയാൽ നിന്നെയും നിൻ്റെ വീട്ടുകാരെയും നിൻ്റെ വീട്ടിലും അല്ലാഹു സുബ്ഹാനഹു തആല ദാരിദ്ര്യം തന്ന് പരീക്ഷിക്കുകയില്ല എന്ന് എന്നോട് എൻ്റെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉസ്മാൻ തങ്ങളെ, എൻ്റെ പെൺമക്കൾക്ക് ഒരു സഹായവും വേണ്ട എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ദാരിദ്ര്യം എന്നുള്ളത് നമ്മൾ നിസാരമാക്കി കളയേണ്ട കാര്യമല്ല. അത് നമ്മെ കുഫ്രിലേക്ക് വരെ എത്തിക്കാൻ സാധ്യതയുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ദുആയിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിച്ച ഒന്നാണ്, അല്ലാഹുവേ, ദാരിദ്ര്യത്തിൽ നിന്നും ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു, ദാരിദ്ര്യത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന്. അപ്പോൾ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകുവാനും ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും രോഗങ്ങളില്ലാതിരിക്കുവാനും കുടുംബത്തിൽ ഉമ്മയും ഉപ്പയും ഭാര്യയും മക്കളും കുട്ടികളും പെങ്ങന്മാരും എല്ലാവരും പരസ്പരം നല്ല ഐക്യമുണ്ടാകുവാനും നല്ല സ്നേഹവും നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാകുവാനും ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും സമ്പത്തിലും ജോലിയിലും ബിസിനസ്സിലുമൊക്കെ ബറക്കത്തുണ്ടാകുവാനും നിങ്ങൾ എല്ലാ ദിവസവും രാത്രി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ തന്നെ നിങ്ങൾ ഓതി തുടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഇല്ലാതെയായി നമ്മുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും ബറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.